നമസ്കാരം, ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ധനുക്കൂറിലും മകരക്കൂറിലുമായി വരുന്ന സൂര്യന്റെ തേജസ്സുള്ള ഉത്രാടം നക്ഷത്രത്തിന്റെ 2026 സമ്പൂർണ്ണ വിഷുബലമാണ്. രണ്ടാമത്തെ അജയ്യമായ നക്ഷത്രം എന്നറിയപ്പെടുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമം അധികാരത്തിന്റെയും പദവികളുടെയും വർഷമാണ്. വിശ്വദേവതകളുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഉത്രാടം എന്നാൽ രണ്ടാമത്തെ അജയ്യമായത് എന്നാണ് അർത്ഥം. ജീവിതത്തിലെ ഏതൊരു വെല്ലുവിളിയെയും പോരാടി ജയിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ആനക്കൊമ്പ് അല്ലെങ്കിൽ മഞ്ചമാണ് ഇതിന്റെ അടയാളം. ആനക്കൊമ്പ് ഗണപതി ഭഗവാനുമായും ഗാംഭീര്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഇവരുടെ ശക്തിയെയും സമൂഹത്തിലുള്ള പ്രതാപത്തെയും സൂചിപ്പിക്കുന്നു. വിശ്വദേവതകളാണ് ഉത്രാടത്തിന്റെ ദേവതകൾ. സത്യം, ദയ, ക്ഷമ തുടങ്ങിയ ഉന്നതമായ ഗുണങ്ങൾ ഇവർക്ക് നൽകുന്നത് ഈ ദേവതകളാണ്. സൂര്യനാണ് നക്ഷത്രനാഥൻ. അതുകൊണ്ട് തന്നെ സൂര്യന്റെ തേജസ്സും ആത്മവിശ്വാസവും നേതൃത്വപാഠവും ഇവർക്ക് സഹജമായി ലഭിക്കുന്നു. പുറമെ കഠിനമെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ വളരെ സൗമ്യരും ദയാലുക്കളുമാണ് ഉത്രാടം നക്ഷത്രക്കാർ. ഏത് ഗ്രൂപ്പിലായാലും നേതൃസ്ഥാനത്തേക്ക് ഇവർ സ്വാഭാവികമായി എത്തും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് മടിയില്ല. കള്ളം പറയുന്നതും വഞ്ചിക്കുന്നതും ഇവർക്ക് ഇഷ്ടമല്ല. എപ്പോഴും നീതിയുടെയും സത്യത്തിന്റെയും കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. വലിയ വിജയങ്ങൾ കൈവരിച്ചാലും വിനയത്തോടെ പെരുമാറുന്നവരാണ് ഭൂരിഭാഗം ഉത്രാടം നക്ഷത്രക്കാരും. പഠനകാര്യത്തിൽ അതീവ ബുദ്ധിശാലികളായിരിക്കും. പ്രത്യേകിച്ചും നിയമം, രാഷ്ട്രീയം, ഭരണം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും. സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനാണ് ഇവർക്ക് താല്പര്യം. വിശ്വദേവതകളുടെ അനുഗ്രഹം ഈ വർഷം ഉള്ളതുകൊണ്ട് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും. സൂര്യന്റെ സ്വാധീനം കരിയറിൽ വലിയൊരു വഴിത്തിരിവ് നൽകുന്ന വർഷമാണ് 2026. സൂര്യന്റെ സ്വാധീനമുള്ളതിനാൽ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഈ വർഷം അനുകൂലമാണ്. മുടങ്ങിക്കിടന്ന പ്രൊമോഷനുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്, പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. വിദേശത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. തൊഴിലിടങ്ങളിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യും. സാമ്പത്തികമായി സ്ഥിരതയുള്ള വർഷമായിരിക്കും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. എങ്കിലും ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചിലവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം സൂര്യന്റെയും വിശ്വദേവതകളുടെയും അനുഗ്രഹം ഉറപ്പാക്കാനും തടസ്സങ്ങൾ നീക്കി വിജയപഥത്തിലെത്താനുമുള്ള പ്രത്യേക പരിഹാരങ്ങൾ താഴെ വിശദമായി നൽകുന്നു. സൂര്യഭജനം, അധികാരത്തിനും ആരോഗ്യത്തിനും. സൂര്യനാണ് ഉത്രാടത്തിന്റെ അധിപൻ. അതിനാൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഭരണപരമായ കാര്യങ്ങളിൽ വിജയിക്കാനും താഴെ പറയുന്നവ ചെയ്യുക. സൂര്യ നമസ്കാരം. ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് സൂര്യനെ നോക്കി 12 തവണ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും തേജസ് നൽകും. ആദിത്യ ഹൃദയം. ദിവസവും രാവിലെ ആദിത്യ ഹൃദയം ജപിക്കുന്നത് ശത്രുദോഷങ്ങൾ മാറാനും കരിയറിലെ എതിർപ്പുകൾ ഇല്ലാതാക്കാനും ഏറ്റവും ഉത്തമമാണ്. ഞായറാഴ്ച വ്രതം. ഞായറാഴ്ചകളിൽ ഉപ്പിന്റെ ഉപയോഗം കുറച്ച് വ്രതമനുഷ്ഠിക്കുന്നത് സൂര്യപ്രീതിക്ക് നല്ലതാണ്. ശിവപ്രീതി, മനസ്സമാധാനത്തിന്. സൂര്യന്റെ ദേവത ശിവനായതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം ഉത്രാടം നക്ഷത്രക്കാർക്ക് നിർബന്ധമാണ്. ധാരയും കൂവളമാലയും. ഞായറാഴ്ചകളിൽ ശിവന് ജലധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. കരിയറിൽ വലിയ പദവികൾ ആഗ്രഹിക്കുന്നവർ ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നത് വിശേഷമാണ്. വിശ്വദേവതാ പ്രീതി, സാമൂഹിക അംഗീകാരത്തിന്. 10 വിശ്വദേവതകളാണ് ഉത്രാടത്തിന്റെ ദേവതകൾ. ഇവരുടെ അനുഗ്രഹം ലഭിക്കാൻ ജീവിതത്തിൽ എപ്പോഴും സത്യം പാലിക്കുക. മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കുന്നത് വിശ്വദേവതകളുടെ പ്രീതിക്ക് കാരണമാകും. ഞായറാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് ഗോതമ്പ്, ചുവന്ന വസ്ത്രം അല്ലെങ്കിൽ ശർക്കര എന്നിവ ദാനം ചെയ്യുന്നത് സൂര്യദോഷങ്ങൾ മാറാൻ സഹായിക്കും. ഉത്രാടം നക്ഷത്രത്തിന്റെ വൃക്ഷം പ്ലാവാണ്. പ്ലാവ് നട്ടുപിടിപ്പിക്കുകയോ അതിന് ജലമൊഴിക്കുകയോ ചെയ്യുന്നത് ജന്മദോഷങ്ങൾ ശമിക്കാൻ സഹായിക്കും. നക്ഷത്രവൃക്ഷത്തെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവ് എനർജി നൽകും. ഓം വിശ്വേദേവേഭ്യോ നമഃ. വിശ്വദേവതകളെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് സർവ്വവിധ വിജയങ്ങൾക്കും കാരണമാകും. ഓം ഘൃണി സൂര്യായ നമഃ. സൂര്യപ്രീതിക്കായി ജപിക്കാവുന്ന ലളിതമായ മന്ത്രമാണിത്. ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം തങ്ങളുടെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് 2026 എന്നത് സൂര്യന്റെ തേജസ്സോടെ അധികാരവും അംഗീകാരങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സുവർണ വർഷമാണ്. വെല്ലുവിളികളെ ഭയപ്പെടാതെ ഈ പറഞ്ഞ പരിഹാരങ്ങൾ കൂടി ചെയ്തുകൊണ്ട് മുന്നേറിയാൽ വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളുമായി എത്രത്തോളം ചേർന്നു പോകുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഉത്രാടം നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾക്കുമായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ചന്ദ്രന്റെ സ്വാധീനമുള്ള തിരുവോണം നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.